കരിഞ്ഞുണങ്ങി രണ്ടില. പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റുകളിലും പരാജയപ്പെട്ട് കേരള കോൺഗ്രസും. കോട്ടയം ജില്ലയിലെ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി എന്നീ 5 സീറ്റുകളിലും ഇരിക്കൂർ, ചാലക്കുടി, പെരുമ്പാവൂർ, പിറവം, തൊടുപുഴ, ഇടുക്കി, റാന്നി എന്നീ സീറ്റുകളിലും ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. 12 സീറ്റുകളിലും പാർട്ടി തോറ്റു തുന്നം പാടി. മധ്യ തിരുവിതാംകൂറിൽ ശക്തമായ അടിത്തറയുണ്ടായിരുന്ന പാർട്ടിയായിരുന്ന കേരള കോൺഗ്രസും ഇരു മുന്നണികളിലും മാറി മാറി നിന്ന് കരുത്തു തെളിയിച്ച പാർട്ടിയായിരുന്നു. 52 വർഷത്തിലേറെ KM മാണി കൈവെള്ളയിൽ കൊണ്ടുനടന്ന പാലായിൽ 2016 ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞ 3 തവണയായി അടിപതറുകയാണ് കേരള കോൺഗ്രസിന്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് ഇത്തവണയും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. UDF-ലെ മാണി സി കാപ്പനോട് 2991 വോട്ടിനാണ് ജോസ് കെ മാണി ഇത്തവണ പരാജയപ്പെട്ടത്. പൂഞ്ഞാറിലെ സിറ്റിംഗ് MLA ആയ കേരള കോൺഗ്രസ് എമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 6693 വോട്ടിനാണ് പരാജയം അറിഞ്ഞത്. കേരള കോൺഗ്രസും വിജയം ഉറപ്പിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റിലും തോറ്റു. 20 വർഷമായി ജനപ്രതിനിധിയായിരുന്ന ഡോക്ടർ N ജയരാജ് 5772 വോട്ടിനാണ് കോൺഗ്രസിലെ റോണി കെ ബേബിയോട് പരാജയപ്പെട്ടത്. ചങ്ങനാശ്ശേരിയിൽ സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ 8368 വോട്ടുകൾക്കാണ് പരാജയം നേരിട്ടത്. ശക്തമായ മത്സരം നടന്ന കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മി 31300 വോട്ടുകൾക്ക് മോൻസ് ജോസഫിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ LDF-ന്റെ വിജയത്തിൽ ശക്തമായ പങ്ക് വഹിച്ച കേരള കോൺഗ്രസും ഇത്തവണ എല്ലാ സീറ്റിലും പരാജയപ്പെട്ടതോടെ പാർട്ടിയുടെ സംസ്ഥാന പദവിയുടെ കാര്യവും ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.